ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് ഓട്സ് കേക്ക്. വളരെ എളുപ്പത്തിലും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം ഒരു 1/4 കിലോ മൈദ എടുക്കുക. അതിലേക്ക് 5 ഗ്രാം ബേക്കിംഗ് പൗഡർ, 2.5 ഗ്രാം സോഡാപ്പൊടിയും അതേപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സർ ഫുള്ളൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കഴിയുന്നത് ഒരു അരിപ്പ കൊണ്ടൊന്ന് അരിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 3 മുട്ട എടുത്തിട്ട് നന്നായി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഈ മുട്ട. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ട് അതും ജസ്റ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബീറ്റ് ചെയ്ത മുട്ട നമുക്കതിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഫുള്ളും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ച മിക്സ്ചറില്ലേ, മൈദപ്പൊടി, ആ മൈദപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കഴിയുന്നതും ഈ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് ഓട്സും കൂടെ ഇട്ട് കൊടുക്കുക. ഓട്സ് കൂടുതൽ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് ഓട്സ് വരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 75 ml പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ട് എയർ പോകാൻ വേണ്ടിയിട്ട് ഒരു 2-3 തവണ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മുതൽ 40 മിനിറ്റോളം നമുക്കൊന്ന് ഓവനിൽ വയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് നമ്മുടെ കേക്ക് പൊങ്ങി വരുന്നതാണ്. നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. സൈഡ് ഫുള്ള് മാറ്റിയിട്ട് ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്സ് കേക്കാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും കമൻസോ നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.